வண்டிப்பெரியாரில் 6 வயது சிறுமி பாலியல் பலாத்காரம் செய்து கொலை செய்யப்பட்ட வழக்கில் குற்றவாளி விடுதலை செய்யப்பட்ட சம்பவம் அதிர்ச்சி அளிப்பதாகவும் ஏமாற்றம் அளிப்பதாகவும் சிபிஐ மாவட்ட செயலாளர் கே சலீம்குமார் கூறினார். குற்றவாளிக்கு தண்டனை கிடைப்பதற்கு நடவடிக்கைகள் எடுக்க வேண்டும் என்றும் தேவையான உதவிகள் செய்து கொடுக்கப்படும் என்றும் சிபிஐ மாவட்ட செயலாளர் தெரிவித்துள்ளார். വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരി ബാലികയെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിയ പ്രതിയെ ഇന്ന് അതിവേഗ കോടതി കട്ടപ്പനയിൽ വെറുതെ വിട്ട നടപടി ഞെട്ടലുളവാക്കുന്നതും സംശയം ജനിപ്പിക്കുന്നതുമാണ്. അതിക്രൂരമായി ഒരു പിഞ്ചു ബാലിക ബലാത്സംഗത്തിന് വിധേയമായി അന്വേഷണം നടത്തി പോസ്റ്റ്മോർട്ടത്തിലും അതുപോലെ തന്നെ പോലീസിന്റെ അന്വേഷണത്തിലും ആ കുട്ടി ബലാത്സംഗത്തിനും കൊലപാതകത്തിനും വിധേയമായിട്ടുണ്ട് എന്ന് തെളിയുകയും ചെയ്ത കേസാണ് ഇന്ന് വളരെ നിരാശാജനകമായ ഒരു വിധിയിലൂടെ നമ്മൾ കേൾക്കേണ്ടതായി വന്നത്. ഈ വിധി വരുന്നതിന് മുൻപ് തന്നെ പ്രതിയുടെ അഭിഭാഷകനും പ്രതിയുടെ കുടുംബാംഗങ്ങളും പ്രതിയെ വെറുതെ വിടുമെന്നുള്ള പ്രചരണം സംഘടിപ്പിച്ചിരുന്നു. ആ ഇന്നത്തെ വിധിയും അവരുടെ സംസാരവും കുട്ടി വായിക്കുമ്പോൾ വളരെയേറെ ദുരൂഹതയാണ് ഈ വിധിയിൽ ഉണ്ടായതായിട്ട് തോന്നുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ കുടുംബത്തിന് നീതി ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ കേസിൽ ഒരു തുടർ അന്വേഷണം നടത്തണമെന്നാണ് സിപിഐ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത്. ഈ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിനുള്ള എല്ലാ നിയമ പോരാട്ടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആ കുടുംബത്തെ സ്നേഹിക്കുന്നതായ ഞങ്ങളെല്ലാവരും ഉണ്ടാകുമെന്നുള്ള കാര്യം ഈ അവസരം അറിയിക്കുക കൂടിയാണ്.